ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വയലിൻ ക്ലാസ്സസ് ഫോർ യൂട്യൂബ് ചാനൽ. നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഒത്തിരി നാൾ കഴിഞ്ഞാണ്, ഏകദേശം 2 മാസമായിട്ടുണ്ട്. അപ്പം എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയത്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് ചെറിയൊരു വീഡിയോ ആണ്, കുറച്ച് നാളുകളൊക്കെ ആയില്ലേ. അപ്പം നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു 1-2 ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അടുത്ത ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ടെക്നിക്കുകൾ ഞാൻ പറഞ്ഞുതരാം. വളരെ ഈസി ആയിട്ടുള്ള ഫസ്റ്റ് പൊസിഷൻ പഠിക്കുന്നവർക്കും തേർഡ് പൊസിഷൻ പഠിക്കുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 2-3 ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ചെറിയൊരു വീഡിയോ ആണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പം ഫസ്റ്റ് പൊസിഷൻ പഠിക്കുന്നവർ എന്നോട് ചോദിക്കാറുണ്ട്, നമ്മുടെ ഈ 4th ഫിംഗർ വെക്കുമ്പം മിക്കപ്പോഴും അത് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മൾ ABCD കഴിഞ്ഞ് E ഒക്കെ വെക്കുമ്പോൾ ചിലപ്പം നോട്ട് കറക്റ്റായിട്ട് വരണമെന്നില്ല. അതിലൊരു ടെക്നിക്ക് ഉണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് A വായിക്കുക, B വായിച്ചു, C വായിച്ചു, D. അപ്പം നിങ്ങൾ ഈ ഫിംഗർ ഒന്നും എടുക്കാൻ പാടില്ല. നിങ്ങൾ ഈ ഫിംഗർ എല്ലാം അവിടെ തന്നെ വെക്കുക. എന്നിട്ട് നിങ്ങൾ 4th ഫിംഗർ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യണം. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ റൗണ്ട് ആക്കി വെക്കരുത്, കുറച്ച് ഫ്ലാറ്റ് ആക്കി വെക്കാം. കണ്ടോ? അപ്പം നിങ്ങൾക്ക് കറക്റ്റ് നോട്ട് കേട്ടോ. ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടോ? ഇങ്ങനെ വെക്കാം, ഈ ഒരു ഷേപ്പിൽ വെക്കാം. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ റൗണ്ട് ആക്കി വെക്കരുത്, അത് വായിക്കാൻ പറ്റില്ല. 4th ഫിംഗർ മാത്രം നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് വെക്കാം. എന്നിട്ട് ഇതിവിടെ വെച്ചിട്ട് നമ്മൾ 4th ഫിംഗർ വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട എക്സസൈസ് കഴിഞ്ഞാൽ റിവേഴ്സ് വേണം. 2 ടൈംസ് ED എന്ന് വയ്ക്കാം. അടുത്ത EC, അപ്പം D റിലീസ് ചെയ്യാം. അടുത്ത EB, ഇതൊരു 10 ടൈംസ് ചെയ്യുവാണെങ്കിൽ, എല്ലാ ദിവസവും ചെയ്യുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ 4th ഫിംഗറിന്റെ പ്രശ്നങ്ങൾ മാറും. ഈ സെയിം എക്സസൈസ് എല്ലാ സ്ട്രിങ്ങിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ സ്ട്രിങ്ങിലും എല്ലാം വായിക്കാം. അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ നിങ്ങളുടെ 4th ഫിംഗറിൻ്റെ ചെറിയ ചെറിയ ഇഷ്യൂസ്, ഈ റീച്ച് ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങളും പിന്നെ ടോൺ ക്ലാരിറ്റി വരാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മാറി കിട്ടും. തീർച്ചയായിട്ടും ഇതും ട്രൈ ചെയ്യുക. അടുത്ത തേർഡ് പൊസിഷൻ്റെ ഒരു എക്സസൈസ് കൊണ്ട് ഞാൻ ഇന്ന് പറയാം. തേർഡ് പൊസിഷൻ പഠിക്കുന്നവരെ നമ്മൾ D ഉണ്ടല്ലോ, ഈ Dയിൽ വന്നു. അപ്പോൾ നമ്മൾ മിക്കവർക്കും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് D ഷാർപ്പായി പോകും, എന്നൊക്കെ ആയി പോകും. അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യണം. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇതാരും കാണിക്കാത്തൊരു മെത്തേഡാണ്. നമുക്കൊന്ന് ട്രൈ നോക്കാം. ഈ D ഇരിക്കുന്നത് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ആ ഫിംഗർ കൊണ്ട് അവിടെ വെക്കുക, ഇങ്ങനെ വെക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ആ ഫസ്റ്റ് ഫിംഗർ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ തമ്പും ഇങ്ങോട്ട് ഇവിടുന്ന് മൂവ് ചെയ്തിരിക്കണം. ഓക്കെ, ഈ Dയുടെ അടുത്തോട്ട് വെച്ചു, Dയുടെ അവിടെ കൊണ്ട് വെച്ചു. ചെക്ക് ചെയ്ത് നോക്കുക. B ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓപ്പൺ Dയും കൂടെ മിക്സ് ചെയ്ത് വായിക്കുക. കാരണം ഈ ഓപ്പൺ Dയുടെ ഹയർ നോട്ടാണ് നമ്മളിവിടെ പിടിച്ചിരിക്കുന്നത് തേർഡ് പൊസിഷനിൽ. അപ്പം ഇതിന് മാച്ചാണ്. തെറ്റാണെങ്കിൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. അപ്പം ഓക്കെ, അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് പതിയെ അവിടുന്ന് എന്ന് ട്രൈ ചെയ്യാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പൊസിഷൻ ഒന്നും അവിടെ നിന്ന് മാറിപ്പോകത്തില്ല. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇത് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഫിംഗർ നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ ഫിംഗർ ഇവിടെ കൊണ്ട് വെച്ചിട്ട് അങ്ങോട്ട് വെക്കുക. നമുക്ക് അവിടെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. തമ്പും അതുപോലെ അവിടെ വരണം. കണ്ടോ? അപ്പം പൊസിഷൻ വന്നു. ഇനി ഈ പൊസിഷൻ പറ്റുന്ന നിങ്ങൾ ഒരു ഷിഫ്റ്റിംഗ് എക്സസൈസ് പഠിക്കാവുന്നതാണ്. ഫസ്റ്റ് ഫിംഗർ B വെച്ചിട്ട് ആ Dയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരല്, കറക്റ്റ് നോട്ട് അയക്കണം. കണ്ടോ? അങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യുക. ദെൻ റിവേഴ്സ് നോക്കണം. ഇങ്ങനെ ഒരു
10 ടൈംസ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തേർഡ് പൊസിഷൻ്റെ ആ ഷിഫ്റ്റിങ് ഡിയിലോട്ടുള്ള ബാക്കിയുള്ള റൂട്ടുകളൊക്കെ നമുക്ക് റീച്ച് ചെയ്യാവുന്നുള്ളൂ, പെട്ടെന്ന് കിട്ടും. പക്ഷേ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് മാറി കിട്ടും. തീർച്ചയായിട്ടും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ എന്ന് എനിക്കറിയാം. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോസിൽ നിന്ന് മാറി നിൽപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ഓടി വരിക. എല്ലാവരും നമ്മുടെ ചാനൽ വീണ്ടും ആക്റ്റീവ് ആകുക. ഉടൻ തന്നെ പുതിയ വീഡിയോ വരുന്നതാണ്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോകൾ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുള്ളൂ. അതുപോലെ ഹണിമാൻ ടൂട്ടിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്, ഇടയ്ക്കിടയ്ക്ക് അതും ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടെക്നിക്കലി, അതായത് മ്യൂസിക്കലി, അത് വയലിൻ്റെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ എൻ്റെ ബാൻഡുണ്ട്, പുതിയൊരു ബാൻഡാണ് ബാൻഡ് 7 കുവൈറ്റ്. അതിൻ്റെ ഫേസ്ബുക്ക് പേജും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബാൻഡ് 7 നിങ്ങൾക്ക് ടൈപ്പ് ചെയ്താൽ മതി, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ടൈപ്പ് ചെയ്താൽ മതി, ബാൻഡ് 7 കുവൈറ്റിന് ടൈപ്പ് ചെയ്താൽ കിട്ടും. അല്ലാത്തവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. തീർച്ചയായും നിങ്ങൾ കയറുക. അതിൻ്റെ അകത്ത് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നതാണ്. അതുവരെ ബൈ ബൈ.